ഈ ചൂട് കാലത്ത് വണ്ടി ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. കുട്ടികളൊത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക്. ഇവിടെ തന്നെ സ്നോ സ്റ്റോം ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലും മഞ്ഞിലും അടിച്ചു പൊളിക്കാം. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ കിടിലൻ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നേരത്തെ ബുക്ക് ചെയ്താൽ 15% ഡിസ്കൗണ്ട് ഉണ്ട്. സ്നോ സ്റ്റോമിലും വാട്ടർ തീം പാർക്കിലും ഒരുമിച്ച് എടുക്കുകയാണെങ്കിലും ടിക്കറ്റ് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. ഞങ്ങൾ വാട്ടർ തീം പാർക്കിൽ മാത്രമാണ് കയറിയിട്ടുള്ളത്. മാക്സിമം നമ്മൾ രാവിലെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കാം. രാവിലെ കയറുവാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വൈകുന്നേരം വരെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസുകൾ ഗൈഡ് പറഞ്ഞു തരും. ലാൻഡ് റൈഡുകൾക്ക് ശേഷമാണ് നമ്മൾ ബാക്കി വാട്ടർ റൈഡിലേക്ക് ഇറങ്ങേണ്ടത്. ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാൻഡ് റൈഡുകളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഉച്ച വരെ ലാൻഡ് റൈഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് വാട്ടർ റൈഡിൽ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് ഡ്രസ്സിങ് ഏരിയയിൽ വരെ ഇവർ കൊണ്ടുവന്നാക്കിയതിന് ശേഷമാണ് അവർ മാറുന്നത്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയയിൽ നമുക്ക് ഒരു 150 റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കീ തരും. നമുക്കൊരു ഷെൽഫിൽ നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാം. ആ കീ തിരിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് 100 റുപ്പീസ് തിരിച്ച് തരുന്നതായിരിക്കും. 50 റുപ്പീസാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ടുള്ളത് സ്കൈ ജെറ്റ് റൈഡാണ് കേട്ടോ. ഇതിലൂടെ പോയാൽ ഈ പാർക്കിൽ എന്തൊക്കെ റൈഡുകളുണ്ട് എവിടെയൊക്കെയാണെന്നുള്ളൊരു വ്യൂ ഫുൾ നമുക്കൊരു കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് വ്യൂ ആണ് നമുക്കിതിലൂടെ കയറുമ്പോൾ കാണാനായിട്ട് സാധിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. മാക്സിമം ഹോളിഡേയ്സിൽ സൺഡേയ്സൊക്കെ പോവുകയാണെങ്കിൽ നല്ല റഷായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന റൈഡുകൾ എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ലിമിറ്റൊന്നുമില്ല. അത് എത്ര ടൈംസ് വേണമെങ്കിലും നമുക്ക് കയറാവുന്നതാണ്. രണ്ടാമത് നമ്മൾ പോയിട്ടുള്ളത് ഹൊറർ ഹൗസിലാണ് കേട്ടോ. ഹൊറർ ഹൗസിലും ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മുടെ ഷൂ എല്ലാം ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്ത് കയറാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ളത് മിറർ ഗ്ലാസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ശരിക്കും എൻജോയ് ചെയ്തത്. അത് മിറർ ഹൗസിലൂടെ പോകുമ്പോൾ നമുക്ക് ഡോർ ഏതാണ് ഏതിലൂടെയാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കായുള്ള ഇത്തരം റൈഡുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ സ്ട്രൈക്കിംഗ് കാറിൻ്റെ അവിടെ നിങ്ങൾ ക്യൂ നിൽക്കുമായിരുന്നു. ആ സമയത്ത് പോയി അവർ കയറിയതാണ് കേട്ടത്. ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വന്നത് സ്ട്രൈക്കിംഗ് കാറിൽ കയറാനാണ്. ബേർഡ്സിനെ ഫീഡ് ചെയ്യാനും സ്നേക്കിൻ്റെ അടുത്ത് പോകാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. വളരെ കൂളാണ്. സ്ട്രൈക്കിംഗ് കാർ റൈഡും അതുപോലെ ബോട്ട് റൈഡും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുള്ളത് എഴഞ്ഞെഴഞ്ഞ് പോകുമെന്ന് തോന്നിപ്പോകുന്ന ഒരു റൈഡാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ പീക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അതാണ് ഈ കാണുന്ന റൈഡ് കേട്ടോ. ഇനി വാട്ടർ റൈഡുകൾ ഓരോന്നായിട്ട് എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഇനി പൂളിലേക്കാണ് ഇറങ്ങിയത്. ഇവിടെ ചെറിയ ചെറിയ റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി വലിയ റൈഡിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വാട്ടർ റൈഡുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയണത് ടോപ്പിലും താഴെയായിട്ട് ഗൈഡുകളും ഉണ്ട് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടീസിനെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വിടാം. മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് വേവ് പൂള്. ഇതിലൊരു ടൈമുണ്ട്. ടൈം അനുസരിച്ചിട്ടാണ് വേവ് വരുന്നത്. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവർ അതിൽ ടൈം പറയും. ആ ടൈം ആകുമ്പോൾ എല്ലാവരും വന്ന് പൂളിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഗേൾസിന് ബോയ്സിന് ഓരോ സെക്ഷൻ അങ്ങനെ ഓരോന്നായിട്ടൊക്കെ തിരിച്ചിട്ടാണ്.
നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിയുമ്പോൾ റെയിൻ ഡാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾ സിൽവർ സ്റ്റോമിലേക്ക് വന്നത് ഏഴാറ്റുമുഖം റൂട്ട് വഴിയാണ്, ഫോറസ്റ്റ് അകത്ത് കൂടെ കയറിയാണ് കേട്ടോ വന്നത്. അപ്പോൾ സൈഡിൽ ആന ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ കണ്ട കാഴ്ചയാണ്. ആന ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അവരുടെ നിർത്താനായിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ ജസ്റ്റ് എടുത്തങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.